ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പോൾ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞതും അതേപോലെ തന്നെ വിഷമടിക്കാത്തതുമായ എന്തെങ്കിലും ഉൽപ്പന്നം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കറിവേപ്പിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് പുറത്തുനിന്നൊക്കെ വരുന്നത്. ഞാൻ ഇന്ന് ചക്കക്കുരു നന്നാക്കിയിട്ട് അതുകൊണ്ടൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു കഴിച്ചാലുള്ള ഗുണങ്ങളൊന്ന് ചുരുക്കി പറയാം കേട്ടോ. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, പ്രമേഹം നിയന്ത്രിക്കാനായിട്ട്, അതേപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ അകറ്റാനും നമുക്ക് ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ്. ഡെയിലി കഴിക്കണമെന്നില്ല. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ വിഷമടിക്കാത്ത നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു കറി വെക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് മുതൽ ശ്രമിക്കുക. അപ്പോൾ അതേ ഞാൻ ചക്കക്കുരു ഒക്കെ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, പറമ്പിൽ തന്നെ കിട്ടുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ കറിക്ക് യൂസ് ചെയ്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും നമ്മുടെ പറമ്പിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ വെന്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് തളിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ്, നമ്മുടെ ഫിഷിനൊക്കെ ഒന്ന് തീറ്റ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ അതേ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ കായ ഉണ്ടായി നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ അകത്ത് ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരമിടാത്ത ചായയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, അത്ര ഇഷ്ടമില്ലെങ്കിലും. അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് നോക്കിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടി. മധുരമിടാത്ത ചായ കുടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറാനുള്ള ഒരു ഐഡിയ ആയിട്ട് തോന്നി ഇത്. ഞാനിവിടെ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വലിയ വെളുത്തുള്ളി ഇട്ടത് കൊണ്ട് ഞാൻ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുകിട്ട് താളിച്ചു. അതേപോലെ തന്നെ ഒരു ഉണക്കമുളകും ഒരല്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമ്മൾ ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ചക്കക്കുരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് മുരിയിച്ചെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്ക് ചെറിയ ഒരു നനവോട് കൂടിയാണ് മെഴുക്ക് പുരട്ടി കഴിക്കാനായിട്ട് ഇഷ്ടം. ഒത്തിരി ഡ്രൈ ആക്കണമെന്നുള്ളവർക്ക് അതേപോലെ കുറച്ച് സമയം കൂടി ഒന്ന് തുറന്നു വെച്ച് ഇളക്കി കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.